നമസ്കാരം. സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് സന്തോഷ വാർത്തയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്വർണ്ണവില വലിയ രീതിയിൽ കുറഞ്ഞിരുന്നു പവന്. അതുപോലെ തന്നെ ഇന്നും, അതായത് ഡിസംബർ മാസം 14-ാം തീയതിയും സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ്. ഈ 2 ദിവസങ്ങളിലായി മാത്രം തന്നെ ഏതാണ്ട് 1100 രൂപയിലധികം ആണ് കുറഞ്ഞിരിക്കുന്നത്. സ്വർണം വാങ്ങാനിരിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല വാർത്തയാണിത്. പ്രത്യേകിച്ച് കല്യാണ ആവശ്യങ്ങൾക്കായി വലിയ രീതിയിൽ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സമയം തന്നെയാണ് ഇത്. ഈ മാസം പലതവണയായി സ്വർണ്ണവില വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്വർണ്ണവില ഇപ്പോൾ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഈ ഒരു സമയം അനുയോജ്യമാണ്. ഇനിയും കാത്തിരുന്നാൽ സ്വർണ്ണവില കൂടത്തേ ഉള്ളൂ. അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം സ്വർണ്ണവില കൂടുമെന്ന് പ്രവചിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ സ്വർണ്ണവില കുറഞ്ഞിരിക്കുന്നത് വലിയ ആശ്വാസമായിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടമാണ് വർഷാവസാനം വിപണിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾക്ക് അനുസൃതമായി സംസ്ഥാന വിപണിയിൽ സ്വർണ്ണവില കൂടിയും കുറഞ്ഞും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ വിലയിൽ വലിയ വർധനമുണ്ടായെങ്കിലും ആശ്വാസമായി കഴിഞ്ഞ ദിവസവും ഇന്നുമായി വില കുത്തനെ താഴേക്ക് പോവുകയായിരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് പവന് 720 രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ ഒരു പവന്റെ വില 57,120 രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വില 57,840 രൂപ. സമീപകാലത്ത് ഒരു ദിവസം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഇടിവാണ് ഇന്നത്തേത്. ഗ്രാം വില 90 രൂപയുടെ ഇടിവോടെ വെള്ളിയാഴ്ചത്തെ നിരക്കായ 7,230 നിന്നും 7,140 എത്തിയിട്ടുണ്ട്. 22 ക്യാരറ്റിന് സമാനമായ ഇടിവ് 24 ക്യാരറ്റിലും 18 ക്യാരറ്റിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 24 ക്യാരറ്റിൽ 784 രൂപയുടെ ഇടിവുണ്ടായതോടെ പവൻ വില കഴിഞ്ഞ ദിവസത്തെ 63,096 നിന്നും 62,312 എത്തിയിട്ടുണ്ട്. ഗ്രാം വില 98 രൂപ കുറഞ്ഞ് 7,789 രൂപയും ആയിട്ടുണ്ട്. 18 ക്യാരറ്റിന് പവന് 592 രൂപയും ഗ്രാമിന് 74 രൂപയും കുറഞ്ഞ വില യഥാക്രമം 46,736 5,842 എത്തിയിട്ടുണ്ട്. US പണപ്പെരുപ്പ ഡേറ്റ വന്നതിന് പിന്നാലെയായിരുന്നു 2 ആഴ്ചക്കിടയിലെ ഉയർന്ന നിലവാരത്തിലേക്ക് ഏതാനും ദിവസം മുൻപ് സ്വർണ്ണവില എത്തിയത്. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സാധ്യത വർദ്ധിച്ചതോടെ സ്വാഭാവികമായും വില മുകളിലേക്ക് ഉയരുകയായിരുന്നു. പലിശ നിരക്ക് കുറയുന്നതോടെ സ്വർണത്തിന്റെ ഡിമാൻഡും വിലയും ഉയരുന്നതാണ്. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ട്രോയ് ഔൺസിന് $2,720 വരെ ഉയർന്നു എങ്കിലും നിക്ഷേപകർ ലാഭമെടുക്കലിലേക്ക് വഴിമാറിയത് വിലയിടിവിന് കാരണമായിട്ടുണ്ട്. നിലവിൽ രാജ്യാന്തര വില ട്രോയ് ഔൺസിന് $2,648.95 ആണ്. നിലവിൽ താഴേക്ക് പോയെങ്കിലും വരും ദിവസങ്ങളിൽ വില മുകളിലേക്ക് തന്നെ വന്നേക്കാം എന്നാണ് വിപണിയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു പവൻ സ്വർണത്തിന് 57,200 രൂപ എന്ന നിരക്കിലായിരുന്നു ഡിസംബറിൽ സ്വർണ്ണ വിപണി ആരംഭിച്ചത്. 2-ാം തീയതി 480 രൂപ കുറഞ്ഞതോടെ വില 56,720 രൂപയിലേക്ക് എത്തുകയായിരുന്നു. മാസത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കും ഇതുതന്നെയായിരുന്നു. എന്നാൽ 3-ാം തീയതിക്ക് ശേഷം വലിയ ചാഞ്ചാട്ടം വിലയിൽ അനുഭവപ്പെട്ടു. തുടർച്ചയായ വർധനവിനു ശേഷം 11-ാം തീയതി വില 58,280 രൂപയിലേക്ക് എത്തുകയായിരുന്നു. 12-നും ഈ നിരക്കിലായിരുന്നു വിൽപ്പന. മാസത്തിലെ ഏറ്റവും ഉയർന്ന വിലയായിരുന്നു ഇത്.